മിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. ഒന്നാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അധ്യായം 4. രണ്ടാം വായന വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 8, 14 മുതൽ 17 വരെ. സുവിശേഷം വിശുദ്ധ മത്തായിയുടേത് അധ്യായം 28, വാക്യം 16 മുതൽ 20 വരെ. പ്രേക്ഷിത ദൗത്യം. ഏറ്റവും മഹത്തായ വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. എങ്ങനെയാണ് 3 വ്യക്തികൾ ഏക ദൈവമായിരിക്കുക? തീർച്ചയായും പരിശുദ്ധ ത്രിത്വം നിഗൂഢമായ ഒരു രഹസ്യമാണ്. ഈ രഹസ്യത്തെ സംബന്ധിച്ചിടത്തോളം നിശബ്ദതയാണ് വാക്കുകളേക്കാൾ ഉത്തമം. എന്നാൽ രഹസ്യം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും ദൈവത്തിൽ വെളിപ്പെട്ടതുമായ ഒരു സത്യം, അതാണ് രഹസ്യം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. നമ്മിലെ ബുദ്ധിയുടെ കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് യുക്തിചിന്ത അവസാനിക്കുകയും ദൈവിക ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ അനേകർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ത്രിയേക രഹസ്യത്തെക്കുറിച്ചുള്ള ഈ ദർശനം നമ്മിൽ ആശങ്ക ഉളവാക്കുകയല്ല, നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ത്രിത്വം ഇപ്പോഴും നിത്യകാലത്തേക്കും രഹസ്യമായി തന്നെ തുടരും. ക്രമാനുഗതമായി നേടുന്ന അറിവ് നമ്മെ സന്തോഷഭരിതരാക്കുകയും ചെയ്യുന്നു. അറിവ് നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹാനുഭവത്തിലേക്കും അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവിക വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയിലേക്കും നയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധത്തിൻ്റെ കൂട്ടായ്മ നമ്മിൽ എപ്പോഴും നിലനിൽക്കട്ടെ. കൂട്ടം തെറ്റാതെ നമ്മെ എപ്പോഴും പരിപാലിക്കട്ടെ. ഏകദൈവത്തിൽ വിശ്വസിക്കുവാൻ നമ്മെ എന്നും പ്രേരിതരാക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു. നിത്യമായും പരസ്പരം സ്നേഹിക്കുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ ത്രിത്വത്തിൽ കൂടി നാം അനുഭവിക്കുന്നത്. ഇതുവഴി അവർണ്ണനീയമായ ദൈവസ്നേഹം കണ്ടെത്തിയാണ് നാം ചെയ്യുന്നത്. അങ്ങനെ നമ്മളും ആരാധന, കൃതജ്ഞത, സ്തോത്രത്തിലൂടെയാണ് പരിശുദ്ധ ത്രിത്വത്തെ സമീപിക്കേണ്ടത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് ഓരോ ക്രൈസ്തവൻ അവൻ്റെ ദിവസം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. നമുക്കും അത് തുടരാം. ത്രിത്യേക ദൈവം എന്നും നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറക്കാതെ എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും എന്ന പ്രാർത്ഥന ഉരുവിടുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ അടുത്ത ആവശ്യം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.